ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഇന്ത്യയുടെ കോച്ചിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. രാഹുൽ ദ്രാവിഡ് കോച്ചിങ് സ്ഥാനം രാജിവെച്ചു. T20 വേൾഡ് കപ്പ് നേടി ദ്രാവിഡ് പടിയിറങ്ങി. ആരായിരിക്കും ഇന്ത്യയുടെ അടുത്ത കോച്ച്? BCCI സെക്രട്ടറി ജയ് ഷാ ഉടനെ തന്നെ കോച്ചിന്റെ പേര് റിവീൽ ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ പുതിയ കോച്ചിന്റെ പേര് പുറത്തു വന്നിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഗൗതം ഗംഭീറാണ്. ഈ മാസമാണ് ശ്രീലങ്കൻ സീരീസ്. ഏകദിനവും T20യും ഇന്ത്യ ശ്രീലങ്കയുമായിട്ട് കളിക്കുന്നുണ്ട്. ഈ സീരീസിലായിരിക്കും ഗംഭീർ പുതിയ കോച്ചിങ് സ്ഥാനം ഏറ്റെടുക്കുന്നത്. ഇനി അങ്ങോട്ട് ഗംഭീറിന്റെ കീഴിലായിരിക്കും ഇന്ത്യ കളിക്കാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഇഷാൻ കിഷനുമായി ബന്ധപ്പെട്ടതാണ്. വേൾഡ് കപ്പിൽ ഇഷാനെ എടുത്തില്ല. ഇപ്പോഴിതാ സിംബാബ്വെ സീരീസിലും ഇഷാനെ എടുത്തില്ല. ഇഷാനെ മാത്രമല്ല, ശ്രേയസ് അയ്യരെയും എടുത്തില്ല. ഇഷാന്റെ ക്രിക്കറ്റ് കരിയർ അവസാനിച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇഷാനെ ഇനി ഇന്ത്യൻ ടീമിൽ കളിപ്പിക്കില്ല. ഇഷാനെയും ശ്രേയസിനെയും BCCIയുടെ കരാറിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. BCCI ആഭ്യന്തര മത്സരം കളിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇഷാനും ശ്രേയസും അതിന് ഒരുക്കമല്ലായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് വിലക്ക് ലഭിച്ചിരിക്കുന്നത്. ഇഷാൻ ഇന്ത്യൻ ടീമിൽ നിന്ന് പെർമനന്റ് ആയിട്ട് പോയതുകൊണ്ട് ലോട്ടറി അടിച്ചത് സഞ്ജുവിനാണ്. മുൻപ് ഋഷഭ് പന്തും ഇഷാനുമായിരുന്നു എല്ലാ സീരീസിലും ഉണ്ടായിരുന്നത്. ഇനി അങ്ങോട്ട് ഋഷഭ് പന്തും സഞ്ജുവുമായിരിക്കും ഇന്ത്യയുടെ എല്ലാ സീരീസിലും കളിക്കുന്നത്. ഏതൊരു പരമ്പരയായാലും രണ്ട് കീപ്പർമാർ സ്ക്വാഡിലുണ്ടായിരിക്കും. ഒരു കീപ്പറിനെ പരിക്ക് പറ്റിയാൽ അടുത്ത താരം ഇറങ്ങും. ഇഷാന് പുറത്തായതുകൊണ്ട് ഇനി അങ്ങോട്ട് സഞ്ജുവിന്റെ നല്ല കാലമാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.